നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇടുക്കി താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷത്തിൽ DC പ്രസിഡന്റ് CP മാത്യുവിന് പോലീസ് മർദ്ദനമേറ്റു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇടുക്കി താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ DC പ്രസിഡന്റ് CP മാത്യുവിനെ പോലീസ് മർദ്ദിച്ചതിനെതിരെ ശക്തമായി വിമർശിച്ച് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് ആഹ്വാനം ചെയ്ത അഖിലേന്ത്യാ പണിമുടക്ക് ഇടുക്കി ജില്ലയിൽ സമ്പൂർണ്ണം. തൊടുപുഴ SBI ടൗൺ ബ്രാഞ്ചിന് മുന്നിൽ നടത്തിയ ധർണ ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് കോൺഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ മഹേഷ് ജയൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ധനരാജ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് റദ്ദാക്കിയ സ്പീക്കറുടെ നടപടിയെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വാർത്തകൾ വിശദമായി. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇടുക്കി താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷത്തിൽ DC പ്രസിഡന്റ് CP മാത്യുവിന് തലയ്ക്ക് പരിക്കേറ്റു. പോലീസിന്റെ മർദ്ദനമേറ്റാണ് പരിക്കേറ്റതെന്ന് പരാതിയുണ്ട്. സംഘർഷത്തിനിടെ ഓടയിൽ വീണ അദ്ദേഹത്തെ ഉടൻ തന്നെ ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇടുക്കി താലൂക്ക് ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷത്തിൽ DC പ്രസിഡന്റ് CP മാത്യുവിന് തലയ്ക്ക് പരിക്കേറ്റു. ഇവരാ തള്ളിയത് DCC പ്രസിഡന്റ് തള്ളിയത് ഇവരാ DCC പ്രസിഡന്റ് നീയാണ് പിള്ളേരുടെ അടിമയോ DCC പ്രസിഡന്റ് തള്ളിയത് ഇവനാണ്. പോലീസിന്റെ മർദ്ദനമേറ്റാണ് പരിക്കേറ്റതെന്ന് പരാതിയുണ്ട്. സംഘർഷത്തിനിടെ ഓടയിൽ വീണ അദ്ദേഹത്തെ ഉടൻ തന്നെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മർദ്ദനത്തിന് നേതൃത്വം നൽകിയ പോലീസുകാരൻ UDF അധികാരത്തിലെത്തിയാൽ സർവീസിലുണ്ടാകില്ലെന്ന് ജില്ലാ UDF ചെയർമാൻ ജോയ് വെട്ടിക്കുഴി മുന്നറിയിപ്പ് നൽകി. ഞങ്ങളെ വിരട്ടി ഓടിച്ചു വിടാമെന്നാണ് നിങ്ങൾ കരുതിയിരുന്നത് എങ്കിൽ അത് നടക്കാൻ പോകുന്ന കാര്യമല്ല. ഒരു കാര്യം നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ തീക്കൊള്ളി കൊണ്ടാണ് തല ചൊറിഞ്ഞിരിക്കുന്നത് എന്ന് നിങ്ങൾ മറക്കരുത്. ഞങ്ങളുടെ DCC പ്രസിഡന്റിനെ തള്ളിയിട്ടവനെ ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. അവന്റെ പേരെന്താണ്? അവന്റെ പേരാണ് പ്രവീൺ. നിങ്ങൾ അടിയിൽ വരച്ചു വെച്ചു. 100 ദിവസങ്ങൾ കഴിയുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി ഈ സംസ്ഥാനത്ത് അധികാരത്തിൽ വരുമ്പോൾ ശ്രീ പ്രവീൺ സർവീസിൽ കാണുകയില്ല. യാതൊരു സംശയവും വേണ്ട. CP മാത്യുവിനെ ഉപദ്രവിച്ചവനെ കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി ഇടുക്കിയിലെ കോൺഗ്രസുകാർക്കുണ്ട് എന്നുള്ള കാര്യം വിസ്മരിക്കേണ്ട. അതേസമയം കുറ്റക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ ചെറുതോണിയിൽ സംസ്ഥാന പാത ഉപരോധിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇടുക്കി താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ DC പ്രസിഡന്റ് CP മാത്യുവിനെ പോലീസ് മർദ്ദിച്ചതിനെ ശക്തമായി വിമർശിച്ച് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. അദ്ദേഹത്തിന്റെ പ്രായത്തെ പോലും കണക്കാക്കാതെ പോലീസ് മർദ്ദിച്ചത് ശരിയായില്ലെന്നും അതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വൻ തിരിമറിയാണ് നടന്നതെന്നും അതിനെതിരെ സമരത്തിന് നേതൃത്വം നൽകിയ ആളെ തന്നെ ആക്രമിച്ച പോലീസ് നടപടിയെ അപലപിക്കുന്നുവെന്നും MP കൂട്ടിച്ചേർത്തു. DCC പ്രസിഡന്റ് സമരത്തിന് നേതൃത്വം കൊടുക്കുന്നു. അദ്ദേഹത്തെ തന്നെ പോലീസ് യാതൊരു പ്രകോപനമില്ലാതെ കടന്നു കയറി ആക്രമിക്കുകയും തള്ളി താഴെയിടുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ പ്രായവും സ്ഥാനവും മാനിക്കേണ്ട പോലീസ് അത് ചെയ്തില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തെ അപായത്തിലാക്കുകയും ചെയ്തിരിക്കുകയാണ്. വളരെ ഞങ്ങളൊക്കെ സത്യത്തിൽ ഈ വിഷയത്തിൽ, കാരണം ഭാഗ്യവശാലാണ് മറ്റ് അത്യാഹിതം ഉണ്ടാകാതെ പോയിട്ടില്ല. അപ്പോൾ അദ്ദേഹം ഒബ്സർവേഷനിലാണ്, നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ മറ്റു തരത്തിലുള്ള അപകടം ഉണ്ടാകാത്തത് എല്ലാവരുടെയും ഭാഗ്യം. ശരിക്കും പറഞ്ഞാൽ ശബരിമല സ്വർണ്ണക്കൊള്ള എത്രയോ പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. ഗവൺമെൻറ് പ്രതിക്കൂട്ടിലാണ്. SITയുടെ അന്വേഷണം പാടി കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. ഏതാനും ദിവസം കഴിഞ്ഞാൽ പ്രധാന പ്രതികളായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പൊറ്റിയും
പത്മകുമാർ XMLA ഉൾപ്പെടെയുള്ള ആളുകൾ പുറത്തിറങ്ങാൻ പോകുന്ന ഒരു സ്ഥിതിവിശേഷം വന്ന ഘട്ടത്തിലാണ് പാർട്ടി ഇത്തരത്തിലുള്ള ഒരു സമരരംഗത്ത് കടന്നു വരുന്നത്. അപ്പോൾ വളരെ ന്യായമായ ഒരു സമരം, ആ സമരത്തെ അടിച്ചമർത്താൻ സമരത്തിന് നേതൃത്വം കൊടുത്ത DCC പ്രസിഡന്റിനെ തന്നെ ആക്രമിച്ചില്ലാതെയാക്കാൻ ശ്രമിച്ചത് ഒരു കോൺഗ്രസ് പ്രവർത്തകനും പൊറുക്കാൻ പറ്റാവുന്ന കാര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് നാഷണൽ ഹൈവേ ഉപരോധിച്ചു. ജില്ലാ പോലീസ് മേധാവിയുടെ ഉറപ്പിനെ തുടർന്ന് ഇന്ന് തന്നെ നടപടി സ്വീകരിക്കും എന്നുള്ള ഉറപ്പാണ്. എന്ന് വെച്ചാൽ വീഡിയോ ഫുട്ടേജ് ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് സഹപ്രവർത്തകരായിട്ടുള്ള ആ സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് ഇവിടെ തെറ്റ് ചെയ്ത ആ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നുള്ള ജില്ലാ പോലീസ് മേധാവിയുടെ ഉറപ്പിനെ തുടർന്നാണ് നാഷണൽ ഹൈവേ ഉപരോധം ഞങ്ങൾ പിൻവലിച്ചത്. നടപടി എടുത്തില്ല എങ്കിൽ തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ അതിശക്തമായ പോരാട്ടത്തിലേക്ക് ഇവിടെ ഈ വിധത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിനും പിണറായി ഗവൺമെന്റ് മുഖ്യമന്ത്രി തന്നെ ഒത്താശ ചെയ്യുകയാണെങ്കിൽ അതിശക്തമായ പോരാട്ടത്തിലേക്ക് നമ്മൾ കടക്കും. യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് ആഹ്വാനം ചെയ്ത അഖിലേന്ത്യാ പണിമുടക്ക് ഇടുക്കി ജില്ലയിൽ പൂർണ്ണം. കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് പുറമെ ഗ്രാമീണ ബാങ്കുകളിലെയും കേരള ബാങ്കിലെയും ജീവനക്കാർ പണിമുടക്കിൽ പങ്കാളികളായി. പണിമുടക്കിയ ജീവനക്കാർ തൊടുപുഴ SBI ടൗൺ ബ്രാഞ്ചിന് മുന്നിൽ നടത്തിയ ധർണ ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് കോൺഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ മഹേഷ് ജയൻ ഉദ്ഘാടനം ചെയ്തു. AKBEF ജില്ലാ ചെയർമാൻ എബിൻ ജോസ് അധ്യക്ഷത വഹിച്ചു. നിരവധി പേർ പങ്കെടുത്തു. പഞ്ചദിന ബാങ്കിംഗ് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട ബാങ്കിംഗ് മേഖലയിലെ സംഘടനകളുടെ ഐക്യവേദിയായ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് ആഹ്വാനം ചെയ്ത പണിമുടക്ക് ജില്ലയിൽ സമ്പൂർണ്ണമായി. ശാഖകളിൽ ജീവനക്കാരുടെ കുറവും വർദ്ധിച്ചുവരുന്ന ജോലിഭാരവും ജീവനക്കാരെ കടുത്ത സമ്മർദ്ദത്തിലാക്കുകയും വർക്ക് ലൈഫ് ബാലൻസ് താളം തെറ്റുകയും ചെയ്യുന്ന സ്ഥിതിയാണ് നിലനിൽക്കുന്നത്. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ രാജ്യത്ത് 500-ലധികം ബാങ്ക് ജീവനക്കാരാണ് ആത്മഹത്യ ചെയ്തത്. ഇതിനൊക്കെ ഒരു പരിഹാരമെന്ന നിലയിലാണ് മറ്റ് ദിവസങ്ങളിൽ കൂടുതൽ സമയം പ്രവർത്തിച്ച് 5 ഡേ ബാങ്കിംഗ് നടപ്പിലാക്കാൻ 2023 ഡിസംബർ 7 ഒപ്പുവെച്ച 12ാം ഉഭയകക്ഷി കരാറിന്റെ MOU-വിൽ ധാരണയായത്. തുടർന്ന് 2024 മാർച്ച് 8 ഒപ്പുവെച്ച കരാറിൽ സമയക്രമത്തിലെ മാറ്റങ്ങളടക്കം അംഗീകരിച്ച് പഞ്ചദിന ബാങ്കിംഗ് നടപ്പിലാക്കാമെന്ന് ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ സംഘടനകൾക്ക് ഉറപ്പു നൽകിയിരുന്നതുമാണ്. 2025 മാർച്ച് 14-15 തീയതികളിലെ പണിമുടക്ക് ആഹ്വാനത്തെ തുടർന്ന് നടന്ന അനുരഞ്ജന ചർച്ചയിൽ ഈ ഉറപ്പുകൾ ആവർത്തിച്ചതുമാണ്. എന്നാൽ പിന്നീട് IBIയും കേന്ദ്ര ധനകാര്യ വകുപ്പും സ്വീകരിച്ചിരുന്ന വഞ്ചനാപരമായ നിലപാടിനെ തുടർന്നാണ് പണിമുടക്ക് അനിവാര്യമാക്കിയത്. കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് പുറമെ ഗ്രാമീണ ബാങ്കുകളിലെയും കേരള ബാങ്കിലെയും ജീവനക്കാർ പണിമുടക്കിൽ പങ്കാളികളായി. പണിമുടക്കിയ ജീവനക്കാർ തൊടുപുഴ SBI ടൗൺ ബ്രാഞ്ചിന് മുന്നിൽ നടത്തിയ ധർണ ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് കോൺഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ മഹേഷ് ജയൻ ഉദ്ഘാടനം ചെയ്തു. ഒരു കോർപ്പറേറ്റ് എംപ്ലോയർ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് മുതലാളി നടപ്പിലാക്കുന്നത് ഒരിക്കലും തൊഴിലാളിയുടെ ഉന്നമനത്തിന് മാത്രമായിരിക്കില്ല. ഒരു തൊഴിൽ മേഖലയിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് തൊഴിലാളിയുടെ പ്രൊഡക്ടിവിറ്റിയാണ്. ഈ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഡെഫിനറ്റ് ആയിട്ടും അവർക്ക് വിശ്രമം ആവശ്യമാണെന്നും അവർക്ക് 5 ദിവസത്തെ കഠിന വർക്കിന് ശേഷം ഒരു വിശ്രമവും തുടർന്ന് ഒരു റിഫ്രഷ്മെന്റും ആവശ്യമാണെന്നും അതിനുശേഷം അടുത്ത ദിവസം തിങ്കളാഴ്ച വർക്കിങ്ങിലേക്ക് കടന്നു വരുമ്പോൾ കൂടുതൽ എനർജിയോടുകൂടി കൂടുതൽ റിഫ്രഷ്ഡ് ആയിട്ടുള്ള ഒരു തൊഴിലാളി സമൂഹം കൂടുതൽ പ്രൊഡക്ടിവിറ്റി നൽകുമെന്നുള്ള ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മറ്റ് രാജ്യങ്ങളിലെല്ലാം തന്നെ ആദ്യമായി 1900 US കാലഘട്ടങ്ങളിൽ US-ലാണ് ഏറ്റവും ആദ്യമായിട്ട് നമുക്കറിയാം 5 ദിന വർക്കിംഗ് എന്ന് പറയുന്നത് നടപ്പിലാക്കപ്പെടുന്നത്. അപ്പോൾ അത് പിന്നീട് ഇങ്ങോട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കടന്നു വന്നു. അതിനുശേഷം നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഈ സമര പ്രഖ്യാപനം നടത്തുമ്പോൾ ഏറ്റവും അധികം കാര്യങ്ങളിൽ ഇടപെടുകയും സർക്കുലറുകൾ ഇറക്കുകയും നമുക്ക് ത്രെട്ടനിങ് ആയിട്ടുള്ള മെസ്സേജുകൾ നൽകുകയൊക്കെ ചെയ്യുന്ന ഒന്ന് റിസർവ് ബാങ്കാണ്. ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വളരെ ഒരു ഐറണി എന്ന് പറയുന്നത് അവർ 5 ദിവസമേ വർക്ക് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ ഏറ്റവും ആദ്യം സർക്കുലർ വരുന്നത് വളരെ നീട്ടിപ്പിടിച്ച സർക്കുലറുകൾ നമ്മുടെ ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടേഴ്സിന്, CEOസിന്, ചെയർമാൻസിനൊക്കെ DFSൽ നിന്ന് വന്നിരുന്നു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ്. അവരും 5 ദിവസമാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ രാജ്യത്ത് നമ്മൾ നോക്കിയാൽ ബാങ്കിംഗ് മേഖല ഒഴിച്ചു നിർത്തിയാൽ മറ്റിതര സമാന മേഖലകളെല്ലാം തന്നെ ഇൻഷുറൻസ് മേഖല, അത് ലൈഫ് ഇൻഷുറൻസ് ആയാലും ജനറൽ ഇൻഷുറൻസ് ആയാലും അത്തരം മേഖലകളെല്ലാം തന്നെ 5 ദിവസമാണ് വർക്ക് ചെയ്യുന്നത്. AKBEF ജില്ലാ ചെയർമാൻ എബിൻ ജോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ BEFI സംസ്ഥാന പ്രസിഡന്റ് N സനിൽ ബാബു, NCBE ജില്ലാ സെക്രട്ടറി അനിൽകുമാർ S, AIBOC ജില്ലാ സെക്രട്ടറി കുര്യാച്ചൻ മനയാനി, AKBEF ജില്ലാ കമ്മിറ്റി അംഗം ജെസിൽ ജെ വേളാച്ചേരി എന്നിവർ സംസാരിച്ചു. ധർണയെ തുടർന്ന് തൊടുപുഴയിൽ ജീവനക്കാരുടെ സംയുക്ത റാലിയും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പയ്യന്നൂർ ധനരാജ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് റദ്ദാക്കിയ സ്പീക്കറുടെ നടപടിയെ രൂക്ഷമായി വിമർശിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഏത് വകുപ്പ് അനുസരിച്ചാണ് സ്പീക്കറുടെ നടപടിയെന്ന ചോദ്യമുയർത്തിയ സതീശൻ ഫണ്ട് വെട്ടിപ്പിൽ CPIM പ്രതിരോധത്തിലാണെന്നും മറുപടിയില്ലാത്തതിനാൽ മുഖ്യമന്ത്രിയെ രക്ഷിക്കാനാണ് സ്പീക്കർ ശ്രമിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. CPIM പ്രതിരോധത്തിലാണ്, മറുപടിയില്ലാത്തതിനാൽ മുഖ്യമന്ത്രിയെ രക്ഷിക്കാനാണ് സ്പീക്കർ അനുമതി നിഷേധിച്ചത്. രക്തസാക്ഷി ഫണ്ട് കൊള്ളയിൽ കേസെടുക്കണം.
വിവരം പുറത്തുവിട്ട വി കുഞ്ഞികൃഷ്ണന് സംരക്ഷണം നൽകണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. ധനരാജ് രക്തസാക്ഷി ഫണ്ട്, CPM പയ്യന്നൂർ ഏരിയ കമ്മിറ്റി കെട്ടിട നിർമ്മാണ ഫണ്ട്, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്നിവയിൽ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ CPMൽ നടന്ന ക്രമക്കേടുകളും അഴിമതിയും സംബന്ധിച്ച് TA മധുസൂദനൻ MLA ഉൾപ്പെടെയുള്ള ചില ആളുകൾക്കെതിരായി CPM ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ കുഞ്ഞികൃഷ്ണൻ നടത്തിയ വെളിപ്പെടുത്തൽ പുറത്തു വന്നതിനെ തുടർന്ന് MLA രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് MLAയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ സ്ത്രീകളടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി CPMന്റെ ക്രിമിനലുകൾ മർദ്ദിച്ച സംഭവം ഉണ്ടായി. MLAയുടെ ഓഫീസിന് മുന്നിൽ കുറുവടികളുമായി നിന്ന സംഘം ഇവരെ ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. പോലീസ് പറഞ്ഞിട്ട് പ്രകടനം വേറെ വഴിതിരിച്ച് സംഘർഷം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മാറിപ്പോയിട്ടും പുറകിലൂടെ വന്ന് കുറുവടികളുമായി ആക്രമിക്കുകയായിരുന്നു. MLAയുടെ ഓഫീസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതിനുശേഷം CPM ഏരിയ കമ്മിറ്റി സെക്രട്ടറി നടത്തിയ കൊലവിളി MLAയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയാൽ തടി കാക്കേണ്ടി വരും, എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇല്ലാതാക്കുമെന്നുള്ള രീതിയിലാണ് പ്രഖ്യാപനം. ഏറ്റവും അമ്പരപ്പിക്കുന്ന കാര്യം, ശബരിമല ശ്രീ ധർമ്മശാസ്താവിന്റെ സ്വർണം കവർന്നെടുത്തതിന് പോലീസ് അന്വേഷണം നടത്തി ജയിലിലിട്ടിരിക്കുന്ന CPM നേതാക്കന്മാർക്കെതിരായി നടപടിയില്ല. സ്വർണം മോഷ്ടിച്ചവർക്കെതിരായി നടപടിയില്ല. പാർട്ടിയിൽ നടന്ന ഒരു കൊള്ള പുറത്തു പറഞ്ഞ ആൾക്കെതിരായി 24 മണിക്കൂറിനകം പാർട്ടി നടപടിയെടുത്തിരിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. CPMൽ നടന്നുകൊണ്ടിരിക്കുന്ന ജീർണതയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ വ്യാപകമായ ഈ ആക്രമണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ദയനീയമായ പരാജയം CPM ഏറ്റുവാങ്ങിയപ്പോൾ പയ്യന്നൂരും പാനൂരും പിണറായിയും ഇതുപോലുള്ള അക്രമ സംഭവങ്ങളാണ് വ്യാപകമായി ഉണ്ടായത്. അപ്പോൾ അവിടെ മറ്റുള്ളവർക്ക് യാതൊരു കാരണവശാലും അവർക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അവസരം കൊടുക്കില്ല എന്നുള്ള പ്രഖ്യാപനമാണ് ഇപ്പോൾ CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. CPM ഇരട്ടത്താപ്പാണ്, എല്ലാ കാര്യത്തിലും വ്യാപകമായ ഇരട്ടത്താപ്പാണ് ഈ കാര്യത്തിലുള്ളത്. പിന്നെ ഈ വിഷയം ഞങ്ങളുടെ പ്രവർത്തകരെ, സ്ത്രീകളടക്കമുള്ള ആളുകളെ ക്രൂരമായി പുറകിൽ നിന്ന് വന്ന് കുറുവടികളുമായി ആക്രമിച്ച് ആശുപത്രിയിലാക്കിയ ഒരു സംഭവം നിയമസഭയിൽ അവതരിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഞാൻ സ്പീക്കറോട് ചോദിച്ചല്ലോ, റൂൾ 50യുമായി ബന്ധപ്പെട്ട ഏത് പ്രൊവിഷന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തര? അപ്പൊ CPM പ്രതിരോധത്തിലാവുന്നു. CPMന് മറുപടി പറയാൻ ബുദ്ധിമുട്ടാകുന്ന വിഷയം നിയമസഭയിൽ സംസാരിക്കണ്ട എന്ന് സ്പീക്കർ ഗവൺമെന്റിന്റെ സമ്മർദ്ദം കൊണ്ട് തീരുമാനിക്കുക. ഏത് പ്രൊവിഷൻ അനുസരിച്ചിട്ടാണ് ഇന്ന് ഈ അവസരം ഡിനൈ ചെയ്തത്? ഇതിലൂടെ സംസാരിക്കണ്ടേ? ഒരു നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയാതെ രാഷ്ട്രീയ പ്രവർത്തകരെ ക്രൂരമായി ആക്രമിക്കുന്ന, അവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന, പരസ്യമായ വധപ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്ന, പരസ്യമായ ഭീഷണി നടത്തുന്ന, ക്രൂരമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റാതെ അവരെ അടിച്ചമർത്തുന്ന സംഭവം നിയമസഭയിലല്ലാതെ ഞങ്ങൾ എവിടെ പോയി പറയും? അത് പറയാനുള്ള അവസരം നിഷേധിച്ച് തുടർന്നാണ് ഞങ്ങൾ ഇന്ന് സഭാ നടപടികൾ ഞങ്ങൾ ബഹിഷ്കരിച്ചത്. SBI തൊടുപുഴ റീജിയണൽ ബിസിനസ് ഓഫീസിന്റെ നേതൃത്വത്തിൽ മൂലമറ്റം IHEP ഗവൺമെന്റ് UP സ്കൂളിലെ വിദ്യാർത്ഥിനികൾക്ക് സൈക്കിളുകൾ വിതരണം ചെയ്തു. സ്കൂളിൽ വെച്ച് നടന്ന റിപ്പബ്ലിക് ദിന ആഘോഷത്തിലാണ് കുട്ടികൾക്ക് സൈക്കിളുകൾ കൈമാറിയത്. SBI ഡെപ്യൂട്ടി ജനറൽ മാനേജർ വിനയ് കുമാർ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. റീജിയണൽ മാനേജർ നെഫിൻ ക്രിസ്റ്റഫർ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. സ്കൂൾ പ്രധാന അധ്യാപകൻ ഷിബു ജോർജ് പതാക ഉയർത്തി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി 2025-2026 സാമ്പത്തിക വർഷ പ്രവർത്തനങ്ങളുടെ ഭാഗമായി SBI തൊടുപുഴ റീജിയണൽ ബിസിനസ് ഓഫീസിന്റെ നേതൃത്വത്തിൽ മൂലമറ്റം IHEP ഗവൺമെന്റ് UP സ്കൂളിലെ വിദ്യാർത്ഥിനികൾക്ക് സൈക്കിളുകൾ വിതരണം ചെയ്തു. സ്കൂളിൽ വെച്ച് നടന്ന റിപ്പബ്ലിക് ദിന ആഘോഷത്തിലാണ് കുട്ടികൾക്ക് സൈക്കിളുകൾ കൈമാറിയത്. SBI ഡെപ്യൂട്ടി ജനറൽ മാനേജർ വിനയ് കുമാർ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ന് സെലക്ട് ചെയ്ത് നമ്മൾ 13 കുട്ടികൾക്കാണ് കൊടുക്കുന്നത്. ആ 13 കുട്ടികളും വന്നിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കിയുള്ളവർ നമ്മൾ ലോട്ട് വഴി നാളെ വിതരണം ചെയ്യുന്നതാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് കടന്നു വന്ന രക്ഷിതാക്കളെയും എല്ലാ കുട്ടികളെയും എല്ലാ സഹപ്രവർത്തകരെയും ഏറ്റവും ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. റീജിയണൽ മാനേജർ നെഫിൻ ക്രിസ്റ്റഫർ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. സ്കൂൾ പ്രധാനാധ്യാപകൻ ഷിബു ജോർജ് പതാക ഉയർത്തി. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ PTA പ്രസിഡന്റ് സാംസൺ സാമുവൽ അധ്യക്ഷത വഹിച്ചു. അറുക്കുളം ഗ്രാമപഞ്ചായത്ത് 11ാം വാർഡ് മെമ്പർ സുശീല ഗോപി, മാസ്റ്റർ ആദർശ് PS, നന്മ മേരി ബിജു,
SBI HR മാനേജർ നിഖിൽ NR, SBI മൂലപര ശാഖ മാനേജർ ബിമൽ തോമസ്, സ്റ്റേറ്റ് ബാങ്ക് സ്റ്റാഫ്സ് യൂണിയൻ പ്രതിനിധി S. അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. അധ്യാപകർ, അനധ്യാപകർ, രക്ഷകർത്താക്കൾ, നാട്ടുകാർ, ബാങ്ക് ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. CSR പ്രവർത്തന പ്രാരംഭഘട്ടമായി 14 സൈക്കിളുകളാണ് വിതരണം ചെയ്തത്. ഗ്രാമീണ മേഖലയിലെ വിദ്യാർത്ഥിനികളുടെ അധ്യയന സഞ്ചാര സൗകര്യം ഉറപ്പാക്കുക, വിദ്യാർത്ഥിനികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക, പഠന പാഠ്യേതര പ്രവർത്തനങ്ങളിൽ പ്രചോദനം നൽകുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കായ SBI ഈ പരിപാടി സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. പൈങ്കുളം സെന്റ് റീത്തസ് ഹൈസ്കൂളിന്റെ വാർഷികവും അധ്യാപക രക്ഷകർത്തൃ ദിനവും പ്രതിഭകളെ ആദരിക്കലും സംഘടിപ്പിച്ചു. ഇതോടൊപ്പം പുതിയ സ്റ്റേജിന്റെ ഉദ്ഘാടനവും നടത്തി. കോതമംഗലം രൂപത വികാർ ജനറൽ മോൺസ്റ്റർ ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ സ്കൂൾ ദിനാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ പ്രൊഫസർ ജോസ് അഗസ്ത്യൻ മുഖ്യ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന ഹെഡ്മാസ്റ്റർ സോണി മാത്യു, ഓഫീസ് സ്റ്റാഫ് ജോസ് ജെയിംസ് എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. പൈങ്കുളം സെന്റ് റീത്തസ് ഹൈസ്കൂളിലെ 84ാമത് സ്കൂൾ ദിനാഘോഷവും അധ്യാപക രക്ഷകർത്തൃ ദിനവും യാത്രയയപ്പ് സമ്മേളനവും പ്രതിഭകളെ ആദരിക്കലും പുതിയ സ്റ്റേജിന്റെ ഉദ്ഘാടനവും വർണ്ണാഭമായ ചടങ്ങുകളോടെ സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ മാത്യൂസ് മാളിയേക്കൽ പതാക ഉയർത്തി സ്കൂൾ ദിനാഘോഷത്തിന് തുടക്കം കുറിച്ചു. കോതമംഗലം രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ പയസ് മലയക്കണ്ടത്തിൽ സ്കൂൾ ദിനാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സെന്റ് റീത്താസിൽ നമ്മുടെ ഇതിൻ്റെ വളർച്ചയുടെ ഗ്രാഫ് നോക്കുമ്പോൾ നമ്മൾ ആ ഉദ്ദേശിക്കുന്ന ഉയരത്തിലേക്ക് ചിലപ്പോൾ പോകുന്നില്ലെന്ന് തോന്നുമായിരിക്കാം. 1942 ഇവിടെ സ്കൂൾ തുടങ്ങുന്ന അവസരത്തിൽ അന്നത്തെ വികാരി ബഹുമാനപ്പെട്ട മോൺസിഞ്ഞർ ഫ്രാൻസിസ് തെക്കേക്കര അച്ഛനാണ്. 2ാം ലോക മഹായുദ്ധത്തിൽ പട്ടിണിയുടെ നടുവിൽ ആളുകൾ സാമ്പത്തികമായി ഞെരുങ്ങിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഈ പ്രദേശത്തിന് താരതമ്യേന അല്പം സാമ്പത്തികം ഉള്ള ഒരു കാലഘട്ടം കൂടിയാണ്. കാരണം നെൽപ്പാടങ്ങൾ അല്പമുള്ള മൈലക്കുളമ്പ്, പൈങ്കുളം, നാഗപ്പുഴ എന്നീ പ്രദേശങ്ങളാണ് അല്പം നെൽകൃഷിയൊക്കെ ഉള്ളത്. അപ്പോൾ താരതമ്യേന ഒരു സാമ്പത്തികമുള്ള ഇടവകയാണ് അന്ന് മൈലക്കൊമ്പ് ഇടവക. ആ മൈലക്കൊമ്പ് ഇടവകയുടെ കിഴക്കൻ പ്രദേശത്തിൻ്റെ എല്ലാത്തിൻ്റെയും ചുമതലക്കാരനായിട്ടാണ് കണ്ടത്തി പിതാവ് മോൺസിഞ്ഞർ ഫ്രാൻസിസ് തെക്കേക്കര അച്ഛനെ മൈലക്കൊമ്പിൽ വികാരിയായിട്ട് വെച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ടാണ് ഇവിടെ ഒരു സ്കൂള്, ഈ സെൻറ്റ് റീത്തസ് ഹൈസ്കൂളിലൂടെ സ്കൂളിന് തുടക്കമിടുന്നത്. ആ സമയത്ത് ഇവിടെ സിസ്റ്റേഴ്സിനായി പാലയിൽ നിന്ന് കതിരിക്കണ്ടച്ച് തുടങ്ങിയ സന്യാസഭയിൽ സിസ്റ്റേഴ്സ് പലപ്പോഴും ഇവിടെ വരുമായിരുന്നു. ആ വന്നിരുന്ന നാളുകളിൽ ഈ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനായി സ്കൂളിന് പഠിപ്പിക്കാൻ ടീച്ചേഴ്സ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു സന്യാസമുഖം ആരംഭിക്കുകയുണ്ടായി. ആ സന്യാസമുഖം പിന്നീട് തിരുഹൃദയ സന്യാസമുഖം എന്ന പേരിൽ അറിയപ്പെടുകയുണ്ടായി. കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ മുഖ്യപ്രഭാഷണം നടത്തി. കോതമംഗലം രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ സെക്രട്ടറി മാത്യു മുണ്ടക്കൽ യാത്രയയപ്പ് സന്ദേശവും വിരമിക്കുന്ന അധ്യാപകർക്കും അനധ്യാപകർക്കും ആദരവും ഒരുക്കി. സ്റ്റാഫ് സെക്രട്ടറി സിഗി മാത്യു സ്വാഗതമാശംസിച്ച യോഗത്തിൽ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ സൗമ്യ മൈക്കിൾ റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് സംസ്ഥാനതല വിജയികളായ വിദ്യാർത്ഥികളെയും സ്റ്റേജ് സ്പോൺസർമാരെയും ആദരിച്ചു. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അമീന സണ്ണി, ഗ്രേസി തോമസ്, വിമൽ ടോമി, സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോസഫ് കുന്നുംപുറത്ത്, UP സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ റെജിൻ മാനുവൽ, PTA പ്രസിഡന്റ് ജോഷി മാത്യു, MPTA പ്രസിഡന്റ് സജിത ബിനു, അധ്യാപക പ്രതിനിധി ജോബിൻ സി മാത്യു എന്നിവർ ആശംസകൾ അറിയിച്ചു. തുടർന്ന് ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന ഹെഡ്മാസ്റ്റർ സോണി മാത്യു, ഓഫീസ് സ്റ്റാഫ് ജോസ് ജെയിംസ് എന്നിവർ സ്കൂളിന്റെ യാത്രയെ ഏറ്റുവാങ്ങിയ ശേഷം മറുപടി പ്രസംഗം നടത്തി. സ്കൂൾ ചെയർപേഴ്സൺ നിയ ഷാജു കൃതജ്ഞത അറിയിച്ചു. തുടർന്ന് സമ്മാനദാനവും കലാപരിപാടികളും നടന്നു. ശ്രീ MJ മലയക്കുട്ടി കുര്യാച്ചൻ മൺവത്തെ മെമ്മോറിയൽ സ്കോളർഷിപ്പ് ശ്രീലക്ഷ്മി ദേവി സ്റ്റാൻഡേർഡ് 10. റവറൻഡ് ഫാദർ പോൾ സോഫിയ ബിനു സ്റ്റാൻഡേർഡ് 10. ഫാത്തിമ ഷബീർ സ്റ്റാൻഡേർഡ് 8. കുര്യാക്കോസ് ബിനു സ്റ്റാൻഡേർഡ് 10. Reverend Sister See
ന്യൂസ് ബ്യൂറോ, പൈങ്കുളം. ശശികല ചേച്ചിയെ സ്വന്തം മാതാവിനെ പോലെ സംരക്ഷിക്കുമെന്ന് നഷ്ടപ്പെട്ട സ്വർണം തിരികെ ലഭിച്ച ഷേർലി കുര്യാക്കോസിന്റെ മകൻ ചിൽസ് കുര്യാക്കോസ്. സ്വർണത്തിന്റെ വിലയ്ക്കും ഉപരിയായി അതിന്റെ മൂല്യത്തിലാണ് പ്രസക്തിയെന്നും ചിൽസ് പറഞ്ഞു. നാടിന് മാതൃകയായ OR ശശികലയെ വണ്ണപ്പുറം ടൗൺ ലയൺസ് ക്ലബ് ആദരിച്ച ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ചിൽസ്. ശശികല ചേച്ചിയെ സ്വന്തം മാതാവിനെ പോലെ സംരക്ഷിക്കുമെന്ന് നഷ്ടപ്പെട്ട സ്വർണം തിരികെ ലഭിച്ച ഷേർലി കുര്യാക്കോസിന്റെ മകൻ ചിൽസ് കുര്യാക്കോസ് കളപ്പുരയ്ക്കൽ. സ്വർണത്തിന്റെ വിലയ്ക്കും ഉപരിയായി അതിന്റെ മൂല്യത്തിലാണ് പ്രസക്തിയെന്നും ചിൽസ് പറഞ്ഞു. നാടിന് മാതൃകയായ OR ശശികലയെ വണ്ണപ്പുറം ടൗൺ ലയൺസ് ക്ലബ് ആദരിച്ച ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ചിൽസ്. കാരണം ആ പൊന്നിന്റെ വിലയല്ല, അവരുടെ മനസ്സിന്റെ വലിപ്പമാണ് ഞാൻ കണക്കൂട്ടുന്നത്. അതെൻ്റെ കുടുംബം, എൻ്റെ ചേട്ടൻ, എൻ്റെ ഫാദർ, എൻ്റെ ചേച്ചി, എൻ്റെ വൈഫ്, ഞങ്ങൾ എല്ലാവരും സംസാരിച്ചപ്പോൾ ആ പൈസ നമുക്ക് കിട്ടിയില്ലെങ്കിൽ ചിലപ്പം ഒരു ദിവസത്തിൽ എനിക്കൊന്നും സംഭവിക്കത്തില്ല. പക്ഷെ അത് തരിക എന്ന് കാണിച്ച വലിയ മനസ്സിന് എത്രമാത്രം 1000 വാക്കുകൾ പറഞ്ഞാലും അതൊന്നും ഇതിന് മാത്രം വിലപ്പെട്ടതാവത്തില്ല എന്ന് മാത്രം പറയുന്നു. എന്തായാലും ഇന്ന് ലയൺസ് ക്ലബിൻ്റെ ആനുവൽ മീറ്റിൽ ശശികല ചേച്ചിനെ പോലെയുള്ള, ശശികല അമ്മേനെ പോലെയുള്ള ഒരാളെ അനുമോദിക്കാനായിട്ട് ഷിൻസിയേട്ടൻ അപ്പം തന്നെ കാണിച്ച ഒരു ആർജവും ഒത്തിരിയേറെ എനിക്ക് കഷ്ടപ്പെട്ടു. ചെറുതായാലും ഓടി നടന്ന് സംഭവങ്ങളെല്ലാം റെഡിയാക്കി കൊടുക്കേണ്ട ഗിഫ്റ്റുകളും കാര്യങ്ങളും എല്ലാം ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ റെഡിയാക്കി ഷിൻസിയേട്ടൻ എന്നോട് അപ്പം തന്നെ നോ പറഞ്ഞില്ല, നമുക്ക് ചെയ്യേണ്ടതാണ് എന്ന് കാണിക്കുന്നു. തൊടുപുഴ ഫെഡറൽ ബാങ്കിലെ ജീവനക്കാരിയായ OR ശശികല ജോലിക്കിടെ കളഞ്ഞു കിട്ടിയ 5 പവൻ തൂക്കമുള്ള സ്വർണ്ണമാല തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുക വഴി ഉടമയ്ക്ക് ലഭിക്കുന്നതിനു വേണ്ട മാതൃകാപരമായ പ്രവർത്തനം നടത്തി നാടിന് പ്രിയങ്കരിയായി. വിപണിയിൽ 7.5 ലക്ഷത്തിലധികം മൂല്യമുള്ള സ്വർണ്ണാഭരണമാണ് തിരികെ നൽകിയത്. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. നാടിന് മാതൃകയായ OR ശശികലയെ ആദരിച്ച് വണ്ണപ്പുറം ടൗൺ ലയൺസ് ക്ലബ്. തൊടുപുഴ ഫെഡറൽ ബാങ്കിലെ ജീവനക്കാരിയായ OR ശശികല ജോലിക്കിടെ കളഞ്ഞുകിട്ടിയ 5 പവൻ സ്വർണ്ണമാണ് പോലീസ് മുഖേന ഉടമയ്ക്ക് തിരികെ നൽകി മാതൃകയായത്. സ്വീകരണ സമ്മേളനം സോൺ ചെയർമാൻ അബു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. വളരെ സാധാരണക്കാരിയായ ശശികല ചെയ്ത മാതൃകാപരമായ പ്രവൃത്തി സമൂഹത്തിന് നല്ലൊരു സന്ദേശമാണ് നൽകുന്നതെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. നാടിന് മാതൃകയായ OR ശശികലയെ ആദരിച്ച് വണ്ണപ്പുറം ടൗൺ ലയൺസ് ക്ലബ്. തൊടുപുഴ ഫെഡറൽ ബാങ്കിലെ ജീവനക്കാരിയായ OR ശശികലയാണ് ജോലിക്കിടെ കളഞ്ഞു കിട്ടിയ 5 പവൻ തൂക്കമുള്ള സ്വർണ്ണമാല ഉടമയ്ക്ക് തിരികെ നൽകിയത്. സ്വർണം കളഞ്ഞു കിട്ടിയ ഉടനെ തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് ഇടപെട്ട് ഉടമയ്ക്ക് കൈമാറി. ലക്ഷങ്ങൾ വിലമതിക്കുന്ന സ്വർണം തിരികെ നൽകി മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച ശശികലയ്ക്ക് പാരിതോഷികം നൽകി. സ്വീകരണ സമ്മേളനം സോൺ ചെയർമാൻ അബു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. വളരെ സാധാരണക്കാരിയായ ശശികല ചെയ്ത മാതൃകാപരമായ പ്രവൃത്തി സമൂഹത്തിന് നല്ലൊരു സന്ദേശമാണ് നൽകുന്നതെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. വണ്ണപ്പുറം ടൗൺ ലയൺസ് ക്ലബ് പ്രസിഡന്റ് രാജു കെ ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. ലയൺസ് ക്ലബ് ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ടോജോ തോപ്പിൽ, ട്രഷറർ PK കുര്യാക്കോസ്, ബെന്നി കാളിമറ്റം, മുന്നി കൈറ്റ്യാനി, സ്വർണത്തിന്റെ ഉടമയായ ഷേർലി കുര്യാക്കോസിന്റെ മകൻ ചിൽസ് കുര്യാക്കോസ് എന്നിവർ ആശംസകൾ നേർന്നു. ക്ലബ് സെക്രട്ടറി ഷിൻസ് സെബാസ്റ്റ്യൻ സ്വാഗതവും ടോം കല്ലറക്കൽ കൃതജ്ഞതയും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. കോട്ടപ്പടി മാർ ഏലിയസ് കോളേജിനെ ഗ്രീൻ ക്യാമ്പസായി പ്രഖ്യാപിച്ചു. ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ രഞ്ജിനി S ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തി. കോളേജിനുള്ള ഗ്രീൻ ക്യാമ്പസ് സർട്ടിഫിക്കറ്റ് കൈമാറി. ബോർഡ് ഓഫ് മാനേജ്മെന്റ് പ്രസിഡന്റ് റവറൻ ഫാദർ ജോസ് പരുത്തുവലിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങളിൽ മാതൃകയായി കോട്ടപ്പടി മാർ ഏലിയസ് കോളേജ്. കോളേജിനെ ഔദ്യോഗികമായി ഗ്രീൻ ക്യാമ്പസായി പ്രഖ്യാപിക്കുന്ന ചടങ്ങ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ഹരിത കേരളം മിഷൻ ജില്ലാ കോർഡിനേറ്റർ രഞ്ജിനി S ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. പ്രവർത്തനങ്ങൾ ക്യാമ്പസിൽ വളരെ കാലമായി നടന്നതിന്റെ ഒരു ഫലമായിട്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു പദവിയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റിയിട്ടുള്ളത്. ഇപ്പൊ ഹരിത കേരള മിഷൻ 2016 രൂപീകരിക്കുന്നത്. അതിന്റെ 10ാം വാർഷികത്തിലേക്ക് കടക്കുന്ന ഒരു സമയമാണിത്. പരിസ്ഥിതി പുനഃസ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത് നടപ്പിലാക്കി വരുന്നത്. അതിൽ പല ഉപമിഷനുകളായി ബന്ധപ്പെട്ടാണ് അതിന്റെ പ്രവർത്തന മേഖല വ്യാപിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ മാലിന്യ സംസ്കരണം, ജലസംരക്ഷണം, കാർഷിക മേഖലയിലുള്ള ഇടപെടൽ, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട മേഖലകളാണ്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ്, നമ്മളുടെ ലോക്കൽ ബോഡീസിന്റെ നേതൃത്വത്തിലാണ് നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത്. ഇപ്പോൾ ഈ ഇന്നിപ്പോൾ ഇവിടെ നടന്നൊരു പ്രവർത്തനം ഹരിത കേരള മിഷൻ കുറെ കാലമായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയമാണ്. ഇപ്പൊ മാലിന്യ സംസ്കരണ മേഖലയിൽ നമുക്ക് മാതൃകകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു നമ്മളുടെ ഒരു ലക്ഷ്യം. കോളേജിനുള്ള ഗ്രീൻ ക്യാമ്പസ് സർട്ടിഫിക്കറ്റ് കൈമാറി. ബോർഡ് ഓഫ് മാനേജ്മെന്റ് പ്രസിഡന്റ് റവറൻ ഫാദർ ജോസ് പരത്തുവയലിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കോളേജ് മാനേജർ സുനിൽ ജോസഫ്, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് ടി മൂലയിൽ, സ്റ്റാഫ് സെക്രട്ടറി ശ്രീകല, ഹരിത കേരളം മിഷൻ കോതമംഗലം പ്രോഗ്രാം ഓഫീസർ സൂര്യ എന്നിവർ സംസാരിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ വിദ്യ VV, ലൈബ്രറി അഡ്വൈസറി കമ്മിറ്റി കോർഡിനേറ്റർമാരായ ജിൻസി P. മാത്യൂസ്, വെണ്ണില മാത്യു, റീഡിംഗ് ക്ലബ് കോർഡിനേറ്റർ എൽദോസ് പൗലോസ്, IQ
AC കോർഡിനേറ്റർ ടിൻഡൂസ് കറിയ, മീഡിയ സെൽ കോർഡിനേറ്റർ ലിജോ ടി ജോർജ്, വിവിധ ഡിപ്പാർട്ട്മെന്റ് മേധാവികളായ പൂർണിമയൻ, വിനീത CR, സൗമ്യ മാത്യു, പ്രവീൺ കുമാർ, അനുഗ്രഹ നായർ, കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ശിവഗാമി സജീവൻ, ഭൂമിത്ര സേന കോർഡിനേറ്റർ മിസ് ജിഷ മരിയ ജോസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഇടുക്കിയിൽ DC പ്രസിഡന്റ് CP മാത്യുവിനെ പോലീസ് ആക്രമിച്ചതിനെതിരെ തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. നിരവധി നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. ആക്രമിച്ച പോലീസുകാർക്കെതിരെ നിയമ നടപടി ഉണ്ടാകണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമര പരിപാടികൾക്ക് കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുമെന്നും നേതാക്കൾ പറഞ്ഞു. ക്രൂരമായി മർദ്ദിച്ച് പോലീസ് രാജിനെതിരായി ജില്ലയിലാകെ പ്രതിഷേധം. ആരി നാട്ടിൽ ശബ്ദിച്ചാലും അവരെ തെരുവിൽ തല്ലിയൊതുക്കാൻ വളഞ്ഞു പിടിച്ച് മർദ്ദിച്ചവരെ കളഞ്ഞുകിട്ടിയ സ്വർണ്ണമാല ഉടമസ്ഥന് തിരികെ ഏൽപ്പിച്ച ശശികലയ്ക്ക് തൊടുപുഴ മുനിസിപ്പാലിറ്റിയുടെ ആദരം. ചെയർപേഴ്സൺ സാബിറ ജലീൽ പൊന്നാടി അണിയിക്കുകയും മൊമന്റോ നൽകുകയും ചെയ്തു. വാർഡ് കൗൺസിലർ S പത്മകുമാറും പൊന്നാടി അണിയിച്ച് ശശികലയെ ആദരിച്ചു. JCI തൊടുപുഴ ഗ്രാൻഡിന്റെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിന സന്ദേശവും മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർമാർക്ക് സ്വീകരണവും നൽകി. പ്രസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കണ്ണോളി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. JCI തൊടുപുഴ ഗ്രാൻഡ് പ്രസിഡന്റ് ഗോകുൽ ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ സാബിറ ജലീൽ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. നിരവധി പേർ പങ്കെടുത്തു. JCI തൊടുപുഴ ഗ്രാൻഡിന്റെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിന സന്ദേശവും മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർമാർക്ക് സ്വീകരണവും നൽകി. ഇടുക്കി പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ JCI തൊടുപുഴ ഗ്രാൻഡ് പ്രസിഡന്റ് ഗോകുൽ ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗം പ്രസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കണ്ണോളിൽ ഉദ്ഘാടനം ചെയ്തു. ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിക്കുന്ന ഒരു കാലഘട്ടമാണ്. BJP അടക്കമുള്ള കക്ഷികളും വളരെ അധികം മുന്നോട്ട് വന്ന ഒരു കാലഘട്ടം കൂടിയാണ് കഴിഞ്ഞ ഒരു 10 വർഷക്കാലത്തിനാണ്. അതിനു മുമ്പ് ദീർഘകാലം UDF ഭരിക്കുകയും LDF ഭരിക്കുകയും ഒക്കെ ചെയ്ത ഒരു നഗരസഭയാണ് നമ്മുടെ നഗരസഭ. ഒട്ടേറെ മുന്നേറി എന്ന് പറയുന്നതിൽ ഏറെ അഭിമാനവുമുണ്ട്. പക്ഷേ എങ്കിലും ഒട്ടേറെ കാര്യങ്ങളിൽ നമ്മൾ പിന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു കുറ്റപ്പെടുത്തൽ കൂടി ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വിമർശനം എന്നതിൽ അപ്പുറം നമുക്കറിയാം വളരെ വികസന മുന്നേറ്റ കാഴ്ചപ്പാടുകൾ നമ്മുടെ നഗരസഭയ്ക്കുണ്ട്. പ്രത്യേകിച്ച് നഗരസഭയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ബൈപ്പാസുകൾ നമ്മുടെ MLA അടക്കമുള്ള കാര്യങ്ങൾ നേതൃത്വത്തിൽ എടുത്തുകൊണ്ട് മറ്റ് നഗരത്തിൽ ചെല്ലുമ്പോഴാണ് നമ്മുടെ നഗരത്തിന്റെ ഒരു പ്രത്യേകത നമുക്ക് പലപ്പോഴും മനസ്സിലാകുന്നത്. നമ്മൾ മൂവാറ്റുപുഴയായാലും പാലായാലും നമ്മുടെ അടുത്ത നഗരസഭകളിലൊക്കെ നോക്കുമ്പോഴും ഒട്ടേറെ നമ്മുടെ വികസന കാര്യങ്ങളിൽ നമ്മുടെ റോഡ് വികസനമായാലും മറ്റു തരത്തിലുള്ള വികസനങ്ങളൊക്കെ നമ്മൾ മുന്നേറിയിട്ടുണ്ട്. എങ്കിലും കുറച്ചുകൂടി ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ അത് കൂടുതൽ ചെയ്യാൻ കഴിയുക നമ്മുടെ കൗൺസിലിനാണ് എന്ന് നമുക്ക് കരുതുന്നു.
മുനിസിപ്പൽ ചെയർപേഴ്സൺ സാബിറ ജലീൽ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. JCI തൊടുപുഴ ഗ്രാൻഡ് ട്രഷററും പ്രോഗ്രാം ഡയറക്ടറുമായ ഷീൻ വർഗീസ് സ്വാഗതം ആശംസിച്ചു. മുൻ പ്രസിഡന്റ് അഖിലേഷ് നായർ നന്ദി രേഖപ്പെടുത്തി. ചടങ്ങിൽ വൈസ് ചെയർമാൻ കെ ദീപക്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷാഹുൽ ഹമീദ്, മേഴ്സി സെബാസ്റ്റ്യൻ, റംസിയ നിയാസ്, സുബേദ സേതു മുഹമ്മദ്, മുൻ ചെയർമാൻ AM ഹാരിത്, കൗൺസിലർമാരായ R ഹരി, ഗോപാലകൃഷ്ണൻ, കവിത അജി, രാജേഷ് ബാബു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇടുക്കി താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷത്തിൽ DC പ്രസിഡന്റ് CP മാത്യുവിന് പോലീസ് മർദ്ദനമേറ്റു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇടുക്കി താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ DC പ്രസിഡന്റ് CP മാത്യുവിനെ പോലീസ് മർദ്ദിച്ചതിനെതിരെ ശക്തമായി വിമർശിച്ച് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് ആഹ്വാനം ചെയ്ത അഖിലേന്ത്യാ പണിമുടക്ക് ഇടുക്കി ജില്ലയിൽ സമ്പൂർണ്ണം. തൊടുപുഴ SBI ടൗൺ ബ്രാഞ്ചിന് മുന്നിൽ നടത്തിയ ധർണ ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് കോൺഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ മഹേഷ് ജയൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ധനരാജ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് റദ്ദാക്കിയ സ്പീക്കറുടെ നടപടിയെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.